ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. എന്തുകൊണ്ടാണ് പല കുടുംബങ്ങളിലും പല ദാമ്പത്യത്തിലും ഇന്ന് അഭിഷേകം വെളിപ്പെടാത്തതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ പറയുന്നത് ഈ ഉടമ്പടി ബന്ധത്തിൽ എവിടെയൊക്കെയോ അസ്വസ്ഥതകളുണ്ട്. ഉടമ്പടി ബന്ധത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ടവരെ കൃപയൊഴുകയില്ല, അനുഗ്രഹം ഉണ്ടാകില്ല. ചില മാതാപിതാക്കളൊക്കെ ഇവിടെ വന്ന് ചങ്കുപൊട്ടി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടുണ്ട്. ഏതാനും നാളുകൾക്ക് മുമ്പ് ഇവിടെ കൊണ്ടുവന്നൊരു കേസാണ്, ഞാനിവിടെ ഒരു ശനിയാഴ്ച പറഞ്ഞതാണ്. ഇവിടെ ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിയ ഒരു കുടുംബം, ഒരു സഹോദരി ഒരു മകനെയും കൂട്ടിക്കൊണ്ട് 5 വയസ്സ് 4.5 വയസ്സ് പ്രായം കഴിഞ്ഞു, 5 വയസ്സ് പ്രായമാകാറായി. ആ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നു. അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. കാരണം 4.5 വയസ്സായിട്ടും ഈ കുഞ്ഞ് സംസാരിക്കുന്നില്ല. കൊച്ചു സംസാരിക്കുന്നില്ല, അതാണ് വിഷയം. നോർമലി 1.5 വയസ്സൊക്കെ ആകുമ്പോഴേ കുഞ്ഞുങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. ഇത് 4.5 വയസ്സായി, 5 വയസ്സാകാറായിട്ടും കുഞ്ഞ് സംസാരിക്കുന്നില്ല. ഈ കുഞ്ഞിനെ കൊണ്ട് വന്നാണ് ഡോക്ടറിൻ്റെ അടുത്ത് പോയി എല്ലാ ചെക്കപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ വലിയ ഫിസിക്കൽ പ്രോബ്ലം ഒന്നും കുഞ്ഞിനെ കാണുന്നില്ല. സ്വാഭാവികമായിട്ട് കുഞ്ഞ് സംസാരിക്കേണ്ടതാണ്. നാവിന് അങ്ങനെ പ്രത്യേക കെട്ടുകളൊന്നുമില്ല, പക്ഷേ കുഞ്ഞ് സംസാരിക്കുന്നില്ല, വായ തുറന്നൊന്നും പറയുന്നില്ല, പറയാനൊട്ട് ശ്രമിക്കുന്നുമില്ല. അപ്പം അങ്ങനെയാണ് ഈ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് വരുന്നത്. പ്രാർത്ഥിക്കാൻ വന്നു. അപ്പോൾ ഞാൻ കൗൺസിലിങ്ങിന് അവിടെ ഇരിക്കുമായിരുന്നു, വേറെ കൗൺസിലറും ഉണ്ടായിരുന്നു. കൊച്ചിനെ കൊണ്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, കൗൺസിലിംഗ് നടത്തി, ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരെ കാണട്ടെ, കൗൺസിലിംഗ് നടത്തിയിട്ട് വരാൻ പറഞ്ഞു. കൗൺസിലിംഗ് നടത്തിയിട്ട് ഇവർ 2 പേരും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഈ സൗദി പറഞ്ഞു, അച്ഛോ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ കൗൺസിലർ പറഞ്ഞു അത് ജീവിത പങ്കാളിയും കൂടിയും കൂട്ടിക്കൊണ്ട് വരണമെന്ന്. ഞാനും പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ജീവിത പങ്കാളി അച്ഛോ വരികയില്ലെന്ന് പറഞ്ഞു. ജീവിത പങ്കാളിയുടെ അടുത്ത് പറഞ്ഞാലൊന്നും വരുമൊന്നുമില്ല. ഞാൻ പറഞ്ഞു നിർബന്ധിച്ചു നോക്കൂ, കൊച്ചിൻ്റെ ഒരു കാര്യമാണെന്ന് പറ. എന്നാ പറഞ്ഞാലും അച്ഛോ വരികയല്ല. ഞാൻ ഇപ്പോഴാണെങ്കിൽ രാവിലെ വെറുതെ വീട്ടിലിരിക്കുക. ഞാൻ പറഞ്ഞു നമുക്കൊന്ന് അച്ഛൻ്റെ അടുത്ത് പോയൊന്ന് പ്രാർത്ഥിക്കാം, കുഞ്ഞിനെ കൊണ്ടൊന്ന് പോയി പ്രാർത്ഥിക്കാം. നീ പൊക്കോളാൻ പറഞ്ഞു. എന്നെ നീ പരിപാടി കിട്ടിയല്ല, നീ വേണമെങ്കിൽ കുഞ്ഞിനെ കൊണ്ട് പോക്കോ, പ്രാർത്ഥിക്കോ, നീ എന്നാ വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ജീവിത പങ്കാളിയും കൂടി കൂട്ടിക്കൊണ്ട് വരാൻ ദൈവം ആഗ്രഹിക്കുന്നു, നമ്മൾ കൊണ്ടുവരണം. കാരണം 2 പേരും കൂടി വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമുള്ളൂ. ചിലപ്പോൾ ഈ കുഞ്ഞിൽ നിൽക്കുന്നത് ഒരു അടയാളമായിരിക്കും. നമ്മൾ ശ്രദ്ധിക്കണം. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് കാലഘട്ടത്തിൻ്റെ അടയാളങ്ങളെ നമ്മൾ വിവേചിച്ചറിയണം. അടയാളങ്ങൾ അതിൽ തന്നെ കാരണങ്ങളല്ല. സ്വരം വരുത്തി പറ ഹല്ലേലൂയ. എനിക്ക് ഈ ദിവസങ്ങളിലൊക്കെ മുട്ടിനും സന്ധികൾക്കൊക്കെ അല്പം വേദനയുണ്ട്. അതൊരു അടയാളമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് കഴിഞ്ഞ നാളുകളിലാണ് മനസ്സിലായത്. യൂറിക് ആസിഡിൻ്റെ അസുഖമുണ്ട്, അതാണ് കാരണം. അപ്പോൾ യൂറിക് ആസിഡിൻ്റെ കണ്ടന്റ് കുറയുമ്പോൾ നമുക്ക് കാലുകൾക്കോ സന്ധിബന്ധങ്ങൾക്കോ മുട്ടിനോ ശരീരത്തിനെങ്ങും ഒരു വേദന ഉണ്ടാവില്ല. യൂറിക് ആസിഡിൻ്റെ കണ്ടന്റ് കൂടുമ്പോൾ ഈ വേദന കൂടും. അപ്പോൾ ഈ വേദന അടയാളമാണ്, കാരണമല്ല. കാരണം എന്താ? ഉറങ്ങിയോ? കാരണം എന്താ? യൂറിക് ആസിഡിൻ്റെ കണ്ടന്റ് കൂടുന്നതാണ് കാരണം. അതിൻ്റെ അടയാളങ്ങളാണ് ഈ വേദനയൊക്കെ വരുന്നത്. നമുക്ക് നല്ല തലവേദന വിറവലൊക്കെ വരുമ്പോൾ നമ്മൾ പറയും എന്തോ പനിയാണ്. പനിയായിട്ട് ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ഡോക്ടർ ചോദിക്കുക അയ്യോ പനിക്ക് കാരണം വേറെ എന്തോ ഉണ്ട് കണ്ടോ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു അപ്പോൾ സഹോദരി ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാരണം കാണും, കുഞ്ഞ് സംസാരിക്കാത്തതിന് മെഡിക്കലി വേറെ പ്രോബ്ലം ഒന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത്. അങ്ങനെ കൗൺസിലിങ്ങിന് അങ്ങനെ ചില മെസ്സേജ് കിട്ടിയെങ്കിൽ ഹസ്ബൻഡിനെ കൂട്ടിയിട്ട് വാ. ഞാൻ പറഞ്ഞു 2 ആഴ്ച പ്രാർത്ഥിക്കുക, എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ജീവിത പങ്കാളിയുടെ അടുത്ത് പറ ഇങ്ങനെ അച്ഛൻ പറഞ്ഞു 2 പേരും കൂടി വന്നാൽ 2 പേരെ കൊണ്ടും കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക, കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാകും, അങ്ങനെ പോസിറ്റീവായിട്ട് സംസാരിക്കുക, അപ്പോൾ ഒരു പക്ഷേ വരുമെന്ന് പറഞ്ഞു. ഈശോ 2 ആഴ്ച പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ജീവിത പങ്കാളിയെ നിർബന്ധിച്ചു, എങ്ങനെയോ പറഞ്ഞു. അച്ഛൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ 2 പേരും കൂടി വന്ന് പ്രാർത്ഥിച്ചാൽ കുഞ്ഞ് ശരിയാകുമെന്ന് പറഞ്ഞു. ഒത്തിരി സമയമൊന്നും എടുക്കുകയില്ല, അച്ഛനൊന്ന് കണ്ടാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി എന്നാ പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ 2 പേരും കൂടി വന്നു. സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് പ്രിയപ്പെട്ടവരെ ഇവര് വന്നപ്പോൾ തന്നെ കൗൺസിലർ ഉണ്ടായിരുന്നുകൊണ്ട് 2 പേരും കൂടി ഞാൻ ആദ്യം കൗൺസിലിങ്ങിന് വിട്ടു. ഹസ്ബൻഡിന് കിട്ടിയ ചാൻസ് അല്ലേ, പുള്ളിനെ കിട്ടുകയില്ലെന്നറിയാം. നമുക്കറിയാം അങ്ങനെയുള്ള കേസുകൾ ഇനി കിട്ടുകയില്ല. അപ്പോൾ തന്നെ കിട്ടിയ സമയത്ത് നന്നായിട്ടൊന്ന് പെരുമാറി വിട്ടില്ലെങ്കിൽ പിന്നെ ഈ വക സാധനങ്ങൾ വരികയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൗൺസിലിങ്ങിന് വിട്ടിട്ട് 2 പേരും കൂടി എന്നെ കണ്ടിട്ടേ പോകാവുന്നു.
കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ചില വിഷയങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് കൃത്യമായിട്ട് വെളിപ്പെടുത്തി. വന്നു കഴിഞ്ഞു, കൗൺസിലർ അടക്കം എൻ്റെ അടുത്ത് വന്നു, രണ്ടുപേരോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ഒരു കാര്യം മനസ്സിലായി പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞിട്ട് അതോടുകൂടി ഉണ്ടായിരുന്ന എന്തോ ഇഷ്യൂവിൻ്റെ പേരിൽ 2 പേരും 2 മുറിയിലാണ് കിടക്കുന്നത്. സംസാരമില്ല, വീട്ടിൽ വലിയ സംസാരമില്ല, മിണ്ടാട്ടമില്ല. ഭാര്യയും ഭർത്താവാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരെ പോലെയല്ല കുടുംബത്തിൽ കഴിയുന്നത്. ഒരു വലിയ സംസാരമില്ല, മിണ്ടാട്ടമില്ല. കുഞ്ഞിനെ കൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നീ കൊള്ളാൻ പറയും. എൻ്റെ അടുത്ത് ഒന്നിനെ നിർബന്ധിക്കേണ്ടെന്ന് പറയും. പ്രാർത്ഥിക്കാൻ ഒരുമിച്ചിരിക്കുകയില്ല, പള്ളിയിൽ പോകാൻ വിളിച്ചാൽ വരികയില്ല, ആത്മീയ കാര്യങ്ങൾക്ക് താല്പര്യമില്ലാത്ത ആളാണ്. എന്നാൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം, ഒരു ഞായറാഴ്ചയെങ്കിലും കുർബാനയ്ക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞാൽ വരികയില്ല. പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു സന്ദേശം കിട്ടി. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, നിങ്ങളിൽ നിൽക്കുന്ന ഈ അസ്വസ്ഥതകൾ തീരണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടാൻ ദൈവം മറ്റൊന്നും കാണാതിരുന്നത് കൊണ്ടായിരിക്കാം ഈ കുഞ്ഞിലേക്ക് ഈ ഒരു അസ്വസ്ഥത കൊണ്ടുവന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാനൊന്നും പോകുന്നില്ല. അവരെ ഞാൻ ആ പള്ളിയിലേക്ക് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു, നിങ്ങൾ 2 പേരോടും വരാൻ പറഞ്ഞു. ഇപ്പോൾ കുമ്പസാരോ കൗൺസിലിങ്ങും പ്രാർത്ഥനയും കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്ക് അല്പം ഒരു മാറ്റമൊക്കെ തോന്നി തുടങ്ങി. ഞാൻ പറഞ്ഞു, നിങ്ങൾ 2 പേരും തന്നെ കുഞ്ഞിൻ്റെ ശിരസിൽ കൈവയ്ക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ തന്നെ ആത്മാർത്ഥമായിട്ട് കുഞ്ഞിന് വേണ്ടി 2 പേരും കൂടി ഒരേ ഹൃദയത്തോടെ, ഒരേ മനസ്സോടെ, ഒരേ ഐക്യത്തോടു കൂടി കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ചുമ്മാ അപ്പം തോന്നിയൊരു പ്രചോദനം അനുസരിച്ച് ഞാൻ പറഞ്ഞു, അടുത്ത 3 മാസത്തിനുള്ളിൽ കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങും. എല്ലാ ദിവസവും നിങ്ങൾ ഒരുമിച്ചിരുന്ന് സന്ധ്യാപ്രാർത്ഥന ചൊല്ലിയിട്ട് പ്രാർത്ഥന തീരുമ്പോൾ ഈ കുഞ്ഞിൻ്റെ ശിരസിൽ 2 പേരും കൂടി കൈവച്ചിട്ട് ഒരുമിച്ച് എഫാത്ത തുറക്കപ്പെടട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇവിടെ 3 മാസമാണ് അപ്പം തോന്നിയിട്ട് പറഞ്ഞത്. പക്ഷേ 2 മാസം കഴിഞ്ഞപ്പോൾ ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് അമ്മ കുഞ്ഞിനെയും കൊണ്ട് വന്നിട്ട് പറഞ്ഞു, കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. 4-4.5 വർഷമായിട്ട് കെട്ടിയിട്ടതുപോലെ കിടന്ന നാവിൻ്റെ കെട്ടഴിഞ്ഞു. അച്ഛൻ പ്രാർത്ഥിച്ചില്ല, ഞാൻ കൈവച്ചില്ല, പ്രാർത്ഥിച്ചില്ല. ആ സമയത്തുള്ള പ്രാർത്ഥനകളൊക്കെ നടത്തിയിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, നടക്കോ ഇല്ലെന്നറിയാലോ. നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്ന ചില കാര്യങ്ങൾ ദൈവം ചിലപ്പോൾ സീരിയസ് ആയിട്ട് കാണുന്നുണ്ടാകും. പ്രത്യേകിച്ച് ചില ഉടമ്പടി ബന്ധങ്ങളെ ദൈവം അതുപോലെ സീരിയസ് ആയിട്ട് കാണുന്ന ബന്ധങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ആ മേഖലയിൽ ലേസി ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഇവിടെ മലാക്കി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ ഒരു വചനഭാഗം എഴുതി വെച്ചിട്ടുണ്ട്. മനോഹരമാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. കുടുംബജീവിതം നയിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ദാമ്പത്യ ജീവിതം നയിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് തമ്പുരാന്റെ മുമ്പിൽ നാളുകൾ കണ്ണുനീരൊഴുക്കിയിട്ടും അൾത്താരയുടെ മുമ്പിൽ വർഷങ്ങൾ നിലവിളിച്ചു പ്രാർത്ഥിച്ചിട്ടും, എന്തുകൊണ്ടാണ് ദൈവസന്നിധിയിൽ അതുപോലെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടും ചില ചോദ്യങ്ങൾക്കും ചില പ്രശ്നങ്ങൾക്കും ഉത്തരം കിട്ടാത്തതെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ശ്രദ്ധിച്ചു കേട്ടോ. നിങ്ങൾ ഇത് ചെയ്യുന്നു. അവിടെ നിന്ന് 2-ാം അധ്യായം 13-ാമത്തെ വചനം, അവിടെ നിന്ന് നിങ്ങളുടെ കാഴ്ചകളെ പരിഗണിക്കുകയോ അതിൽ പ്രസാദിക്കുകയോ ചെയ്യാത്തതിനാൽ നിങ്ങൾ തേങ്ങിക്കരഞ്ഞ് കർത്താവിൻ്റെ ബലിപീഠം കണ്ണുനീരുകൊണ്ട് മൂടുന്നു. അയ്യോ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, എൻ്റെ മക്കളുടെ കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊന്നും ശരിയാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തമ്പുരാന്റെ മുമ്പിൽ നാളുകൾ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നു. ബലിപീഠം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, ബലിപീഠം കണ്ണുനീരുകൊണ്ട് മൂടുന്നു. അതുപോലെ പ്രാർത്ഥിക്കുക. ചില മാതാപിതാക്കൾ വന്നിട്ട് ചോദിക്കാണ്ട്, അച്ഛാ ഇനി എങ്ങനെ പ്രാർത്ഥിക്കണ്ടേ, പറ, ഇനി എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്? അച്ഛൻ പറഞ്ഞ പോലെയൊക്കെ പ്രാർത്ഥിച്ചു, വചനം കേൾക്കുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. പ്രാർത്ഥിക്കേണ്ടതിന് അങ്ങേറ്റം മുട്ടേ നിന്ന് പ്രാർത്ഥിക്കുന്നു, കരമുയർത്തി പ്രാർത്ഥിക്കുന്നു, മിറ്റലെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു, സഹനമെടുത്ത് പ്രാർത്ഥിക്കുന്നു, ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാ ശൈലികളിലും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ദൈവം ഇടപെടുന്നില്ല. കുടുംബത്തിൽ ദൈവം ഇടപെടുന്നില്ല, ദൈവം പ്രവർത്തിക്കുന്നില്ല. വചനം കൂട്ടിച്ചേർക്കുന്നു, നിങ്ങളുടെ കാഴ്ചകളെ ദൈവം പരിഗണിക്കുകയോ അതിൽ പ്രസാദിക്കുകയോ ചെയ്യാത്തതിനാൽ നിങ്ങൾ തേങ്ങിക്കരഞ്ഞ് കർത്താവിൻ്റെ ബലിപീഠം കണ്ണുനീരുകൊണ്ട് മൂടുന്നു. എന്തുകൊണ്ട് അവിടുന്ന് ഇത് സ്വീകരിക്കുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കുന്നു. ചോദിക്കുക, എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്, എന്തുകൊണ്ടാണ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാത്തതെന്ന് ചോദിക്കുക. കർത്താവ് കൂട്ടിച്ചേർക്കുന്നൊരു കാര്യമുണ്ട്, അത് ശ്രദ്ധിച്ച് എല്ലാവരും കേൾക്കുക. ഉടമ്പടി അനുസരിച്ച് നിന്റെ ഭാര്യയും സഖിയുമായിരുന്നിട്ടും നീ അവിശ്വസ്തത കാണിച്ച നിന്റെ യൗവനത്തിലെ ഭാര്യയും
നീയും തമ്മിലുള്ള ഉടമ്പടിക്ക് കർത്താവ് സാക്ഷിയായിരുന്നു എന്നത് കൊണ്ട് തന്നെ. ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, എന്തുകൊണ്ട് പ്രാർത്ഥന കേൾക്കുന്നില്ല? ഇത്രയേ ഉള്ളൂ. ഉടമ്പടി അനുസരിച്ച് നിന്റെ ഭാര്യയും സഖിയുമായിരുന്നിട്ടും നീ അവിശ്വസ്തത കാണിച്ച നിന്റെ യൗവനത്തിലെ ഭാര്യയും നീയും തമ്മിലുള്ള ഉടമ്പടിക്ക് കർത്താവ് സാക്ഷിയായിരുന്നു എന്നതുകൊണ്ട് തന്നെ. വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി, 10 വർഷം കഴിഞ്ഞു, 15 വർഷം കഴിഞ്ഞു, 20, 25, 30 വർഷമായി. ഇന്ന് പഴയ സ്നേഹമില്ല. ദാമ്പത്യത്തിൽ, വിവാഹത്തിൽ വിശുദ്ധ കുർബാനയുടെ മന്തേ നിന്നിട്ട് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കിയിട്ട് പറഞ്ഞു, മരണമല്ലാതെ മറ്റൊന്നും ഞങ്ങളെ വേർപെടുത്തില്ല, സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ ഞങ്ങൾ ജീവിക്കും. രോഗം വന്നാലും, സാമ്പത്തിക നഷ്ടം വന്നാലും, തകർച്ച വന്നാലും, എന്തു വന്നാലും ഈ ഉടമ്പടി ഞങ്ങൾ സൂക്ഷിക്കും. ഇതൊരു ഉടമ്പടിയാ. ഹല്ലേലൂയ. ശ്രമർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് ദൈവത്തോട് ചെയ്ത ഉടമ്പടിയാ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ദമ്പതിമാർ ഒരുമിച്ച് ദൈവത്തോട് ചെയ്ത ഉടമ്പടിയാണ് ദാമ്പത്യ ജീവിതം ആരംഭിക്കുമ്പോൾ ചെയ്ത ഉടമ്പടി. അതുകൊണ്ടാണ് കർത്താവ് കൃത്യമായിട്ട് പറയുന്നത്, നീ ആ ഉടമ്പടിയൊക്കെ മറന്നുപോയി. ഇന്ന് 2 കട്ടിലേക്ക് കിടക്കുന്നു, ചെറിയ കാര്യങ്ങൾക്ക് പരസ്പരം തല്ലുകൂടുന്നു, പരസ്പരം കുറ്റപ്പെടുത്തുന്നു, ഒന്നിലും നന്മ കാണാൻ പറ്റുന്നില്ല, എപ്പോഴും വിമർശനം, എപ്പോഴും പരാതി, എപ്പോഴും പരിഭവം. ദാമ്പത്യത്തിൽ സ്നേഹവുമില്ല, ദാമ്പത്യത്തിൽ സമാധാനമില്ല, ദാമ്പത്യ ജീവിതത്തിന്റെ ഊഷ്മളതകളൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പൊ കർത്താവ് പറയാ, നീ 10 വർഷം മുമ്പ്, 15 വർഷം മുമ്പ്, 20 വർഷം മുമ്പ് യൗവനത്തിൽ നീയും നിന്റെ ഭാര്യയും ചെയ്ത ഉടമ്പടിക്ക് ഞാൻ അന്ന് സാക്ഷിയായിരുന്നു എന്ന് നീ ഓർക്കുക. അത് ഞാൻ എന്നും മറന്നിട്ടില്ല കേട്ടോ. ഹല്ലേലൂയ. നമ്മൾ വിചാരിച്ച് അന്നെടുത്ത ഉടമ്പടി ദൈവം മറന്നുപോയി. നമ്മളാ മറന്നത്. ദൈവം ഉടമ്പടി ഒരിക്കലും മറക്കുന്നില്ല. ദൈവത്തോട് ചെയ്ത ഉടമ്പടി ദൈവം ഒരിക്കലും മറക്കുന്നില്ല. അതുകൊണ്ട് ഈ ഉടമ്പടിക്ക് അസ്വസ്ഥതകൾ ഉണ്ടായാൽ, ഈ ദാമ്പത്യ ബന്ധത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടായാൽ, ദാമ്പത്യത്തിന്റെ സ്നേഹത്തിൽ പോറലുകൾ സംഭവിക്കുമ്പോൾ സംഭവിക്കുന്നത് ദൈവവുമായിട്ടുള്ള ഉടമ്പടി ലംഘനത്തിലേക്ക് ഒരു കുടുംബം കടന്നു പോകുന്നു. അതോടെ പ്രാർത്ഥനകൾക്ക് പോലും, അൾത്താരയിൽ ചൊരിയുന്ന കണ്ണുനീരിന് പോലും ഉത്തരം കിട്ടാതെ അർത്ഥമില്ലാതെ കടന്നു പോകുന്നുവെന്ന് ദൈവത്തിന്റെ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കുര്യൻ, നമുക്കറിയാം, സഹോദരൻ പറഞ്ഞൊരു കാര്യം എന്നാണെന്നറിയോ? കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് അവിടെ എഴുതി വെച്ച് ഞാൻ വായിച്ചതാ. 33 വർഷം പിന്നിട്ട സമയത്ത് ഇത് പറഞ്ഞ 33 വർഷം പിന്നിട്ടു ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം കഴിഞ്ഞിട്ട്. ഇന്നും എനിക്ക് സ്വർഗം തന്ന ഏറ്റവും വിലപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ ജീവിത സഖിയാണ് എന്ന്. ചോദിച്ചത് എങ്ങനെ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇതുപോലെ സ്നേഹിക്കാൻ പറ്റുന്നേ? ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇതുപോലെ സ്നേഹിക്കാൻ പറ്റുന്നേ? പ്രിയപ്പെട്ട സ്നേഹം ഓരോ ദിവസവും നവീകരിക്കപ്പെടുന്നത് ഈ പരിശുദ്ധാത്മാവിനാലാണ്. അതുകൊണ്ടാണ് ഒരു ദാമ്പത്യ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ നിലനിർത്തണമെന്ന് പറയുന്നത്. ഒരു വിവാഹം, ദാമ്പത്യ ജീവിതം പരിശുദ്ധ കുർബാനയുടെ മധ്യേ കൂദാശ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ട്. ആ നിറവിൽ നിന്നില്ലെങ്കിൽ ഈ ദാമ്പത്യത്തിന്റെ സ്നേഹത്തിൽ നവീകരണം നടക്കില്ല. കുറച്ച് കഴിയുമ്പോൾ മാന്ദ്യം സംഭവിക്കാൻ തുടങ്ങും. അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം ഇപ്പോ നഷ്ടപ്പെട്ടു പോകും. ഹല്ലേലൂയ. ശ്രമർത്ത് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ഉടമ്പടി ബന്ധങ്ങളും നവീകരിക്കുന്നതും നവീകൃതമായി സൂക്ഷിക്കുന്നതും പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവാ. ഒരു പൗരോഹിത്യ ജീവിതം തുടങ്ങി. ആദ്യ വർഷങ്ങളിലൊക്കെ ഭയങ്കര ആവേശമായിരിക്കും അല്ലേ? നിങ്ങൾ നോക്കിയോ, ഭയങ്കര. നമ്മൾ പറയാറില്ലേ, വീട്ടിലൊക്കെ കെട്ടിക്കയറി കഴിയുമ്പോൾ എന്താ പുത്തനച്ചി എന്നാ തൂക്കം എന്നാ പറയുന്നത്. എന്തൊരു തീഷ്ണതയായിരുന്നു. അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു. കുമ്പസാരിക്കാൻ വിളിച്ച അപ്പം അങ്ങോട്ട് പോകും, എവിടെയൊക്കെ വിശുദ്ധ കുർബാനയ്ക്ക് വിളിച്ച അങ്ങോട്ട് പോകും, നിൽക്കാതെ ഓടിക്കൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ തീഷ്ണതയൊക്കെ അങ്ങോട്ട് പോയി, ആവേശമൊക്കെ അങ്ങോട്ട് കെട്ടടഞ്ഞു. ഉടമ്പടി ബന്ധത്തിൽ ഈ തീഷ്ണത കുറഞ്ഞു പോകുമ്പോൾ ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ആ ഉടമ്പടി ബന്ധത്തിൽ ശൂന്യമായിക്കൊണ്ടിരിക്കുകയാണ്, നിർവീര്യമായിക്കൊണ്ടിരിക്കുക, മാന്ദ്യം സംഭവിക്കുക. പരിശുദ്ധാത്മാവ് ജ്വലിച്ചു നിൽക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ദാമ്പത്യമോ ഏതുടമ്പടി ബന്ധവും അതിന്റെ പുതുമയോടെ സൂക്ഷിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഈ സഹോദരൻ പറഞ്ഞ, ചീഫ് ജസ്റ്റിസ് പറഞ്ഞ, ഞങ്ങൾ എപ്പോ പള്ളിയിൽ പോകുന്നുണ്ടെങ്കിലും ഞങ്ങൾ ഒരുമിച്ചേ പോകൂ.
വർഷത്തിൽ ഒരിക്കലും ഞങ്ങൾ ധ്യാനത്തിന് പോകും. ഞങ്ങൾ ഒരുമിച്ചേ പോകൂ. ഒറ്റയ്ക്ക് ഒരു ധ്യാനവും ഞങ്ങൾ ഇതുവരെ 33 വർഷത്തിൽ ഇന്ന് വരെയും ഒരു ധ്യാനവും ഞങ്ങൾ ഒറ്റയ്ക്ക് കൂടിയിട്ടില്ല. പോകുവാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചേ പോകൂ. കണ്ടോ, ഇന്ന് വരെ ദാമ്പത്യ ജീവിതം ഒരു നഷ്ടമായിരുന്നോ, കുടുംബജീവിതം ഒരു പരാജയമായിരുന്നോ, അല്ലെങ്കിൽ ഇതൊരു തീരാ നഷ്ടമായിരുന്നോ മനസ്സുകൊണ്ട് പോലും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. കാരണം പരിശുദ്ധാത്മാവ് ഓരോ പ്രഭാതത്തിലും ആ ദാമ്പത്യത്തെ, ആ ഉടമ്പടിയെ നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോഴേ ഓട്ടം. അങ്ങോട്ടാ ഓട്ടം? അങ്ങോട്ടാ ഓട്ടം? കോടതിയിലേക്ക്. ഏത് കോടതിയിലേക്ക്? എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാലോ ഈ കാര്യമൊക്കെ. ഓട്ടോ. ഞങ്ങൾക്ക് ഡൈവോഴ്സ്. ഇവിടെയൊക്കെ എത്ര കേസാണെന്നറിയാൻ വന്നേക്കുന്നത്. ഒരു ദിവസം അനീഷച്ചൻ പറഞ്ഞത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഒരു ചേട്ടത്തി, ഇന്നത്തെ ചിലപ്പോൾ ഇരിപ്പുണ്ടായിരിക്കും, ക്ഷമിക്കുക ഉണ്ടെങ്കിൽ, രാത്രി 7 മണിയായപ്പോൾ ഓടിക്കേറി വന്നേക്കുക. ഞാൻ എങ്ങോട്ടോ പോകാൻ പോവാ. ഇപ്പോഴേക്ക് വന്ന് വെപ്രാളത്തിൽ ഇങ്ങനെ വരിക. അന്ന് ഓടിക്കേറി വന്നിട്ട് പറഞ്ഞു, അതെ എനിക്കിപ്പോൾ ഡൈവോഴ്സ് വേണം. ഈ ചേട്ടത്തി രാത്രി 7 മണിയായപ്പോൾ കയറി വന്നിട്ട് ഡൈവോഴ്സ് വേണമെന്ന്. ഇപ്പോഴേക്ക് ഞാൻ നോക്കി ഇനി വേറെ വല്ലവരും കൂടെ ഉണ്ടോ എന്ന് അറിയാനായിട്ട്. ഇതിപ്പോൾ എൻ്റെ അടുത്ത് തന്നെയാണോ പറഞ്ഞേ? നമ്മളൊരു പുറത്തൊരു പരിപാടിക്ക് നിൽക്കുക. ഇപ്പം ഡൈവോഴ്സ് വേണം, ഇപ്പം ഡൈവോഴ്സ് വേണം. അപ്പോൾ നോക്കിയപ്പോൾ അനീഷച്ചൻ അവിടെ മുറിയിലിരുന്ന് വേറെ ആരെയോ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഈ മനസ്സിലായി, ഈ കേസ് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുറത്തെ ശുശ്രൂഷ ബ്ലോക്ക് ആവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ചേച്ചി ഡൈവോഴ്സ് വേണോ? ഒരു കുഴപ്പമില്ല, തരാം, വെയിറ്റ് ചെയ്യും. ഡൈവോഴ്സ് ഇവിടെ കൊടുക്കുന്ന ആ ഉള്ളിലിരിക്കുന്ന അച്ഛനാ. നമുക്കല്ല ഇവിടുത്തെ അധികാരം. ഡൈവോഴ്സ് കൊടുക്കാനുള്ള അധികാരം ഇരിക്കുന്ന ഉള്ളിലിരിക്കുന്ന ടീമാണ്. അപ്പോൾ ചേച്ചി വെയിറ്റ് ചെയ്യും. അവിടെ ഇപ്പോൾ ഒരു ഡൈവോഴ്സ് കേസിൻ്റെ കാര്യങ്ങളൊക്കെ തീർപ്പ് കൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഊഴം ചേച്ചി കയറിയിട്ട് ചോദ്യം കഴിഞ്ഞ കാര്യം സെറ്റിലാക്കും. ഇതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് തിരിച്ചൊക്കെ വന്നപ്പോൾ ഞാൻ അനീഷച്ചനെ കണ്ടപ്പോൾ നമുക്കറിയാലോ നമ്മളാ കയറ്റി വിട്ടതെന്ന്. ഇപ്പോൾ ഇതെങ്ങനെ എന്താ സെറ്റിൽ ചെയ്തതെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചപ്പോൾ അനീഷച്ചൻ പറഞ്ഞു, അത് കേട്ടാ അച്ഛൻ ചിരിക്കും. ചെന്നെ പറ്റി ഇങ്ങനെ ഒരു സഹോദരൻ, ഇങ്ങനെ ഞാൻ വന്നപ്പോൾ ഒരു ചേച്ചി ഇങ്ങനെ വിഷമിച്ച് ഭാരപ്പെട്ടൊക്കെ വരുന്നുണ്ട്. ആ ചേച്ചിയെ കണ്ടായിരുന്നോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞ ഒരു ബോണ്ട മേടിച്ചു കൊടുക്കാത്തതിന്റെ പേരില്ല രാത്രി ഈ ചേട്ടത്തി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നേ. കെട്ടിയോന്റെ അടുത്ത് ബോണ്ട, ഉണ്ടംപൊരി ഇല്ലേ, ചിലയിടത്ത് പറയും ഉണ്ടംപൊരി, ഇത് മേടിച്ചിട്ട് വരണമെന്ന് പറഞ്ഞു. വീട്ടിൽ വരുമ്പോൾ വൈകിട്ട് ചേട്ടൻ വന്നപ്പോൾ എന്തോ തിരക്കായതുകൊണ്ടോ മറന്നുപോയതുകൊണ്ടോ ചില പ്രശ്നങ്ങൾ കൊണ്ട് മേടിച്ചില്ല. വന്നു കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ വിഷയം മുഖമൊക്കെ അങ്ങോട്ട് മാറി. ഞാൻ പറഞ്ഞാൽ മാത്രം ഒന്നും മേടിച്ചു തരികയില്ല. വീട്ടുകാർ അല്ലേ, അപ്പൊ നമ്മൾ പിന്നെ കണക്ട് ചെയ്യുമല്ലോ. അപ്പൊ പിന്നെ അങ്ങനെയും പറഞ്ഞു കാണും. വീട്ടുകാർ അമ്മയായിരുന്നു ചോദിച്ചെങ്കിൽ മേടിച്ചുകൊണ്ടിരിക്കല്ലേ, പെങ്ങളാണ് ചോദിച്ചെങ്കിൽ മേടിച്ചുകൊണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞാൽ മാത്രം ഇവിടെ ആർക്കും ഒരു വിലയില്ല. അതിന്റെ പേരിൽ ചേട്ടത്തി അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കി, ഒച്ചപ്പാടുണ്ടാക്കി, വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നേക്കുക. എന്തിനാ? ഡൈവോഴ്സ് മേടിക്കാൻ. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു അച്ഛൻ എങ്ങനെ അത് സെറ്റിൽ ചെയ്യുന്ന അറിയത്തില്ല. എനിക്ക് തോന്നുന്നു അനീഷച്ചൻ പറഞ്ഞു തോന്നുന്നു, ഹസ്ബൻഡിനെയും കൂട്ടിയിട്ട് വാ, ഒറ്റയ്ക്ക് ഡൈവോഴ്സ് കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നു. അങ്ങനെ എങ്ങാണ്ട് ഈ സാധനത്തെ പറഞ്ഞ് രാത്രി നിങ്ങൾ നോക്കിക്കേ 7-7:30 മണിയായ സമയത്ത് ഓടി വന്നേക്കോ, ഡൈവോഴ്സ് വേണം. ചെറിയ കാര്യങ്ങളില് ചെറിയ നിങ്ങൾ എന്തോ പറയാനാണെങ്കിൽ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ ചെറിയ തുച്ഛമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു ഉടമ്പടി ബന്ധത്തെ തകർക്കാൻ തക്കവധം പിശാച് ഇന്ന് പല ദാമ്പത്യങ്ങളെയും കാർന്നു തിന്നുകൊണ്ടിരിക്കുക. ഇതറിയാനുള്ള, തിരിച്ചറിയാനുള്ള ജ്ഞാനം പ്രത്യേകിച്ച് ഇന്നിന്റെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. സുബോധമില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞ സുബോധമില്ല. ദാമ്പത്യത്തിൽ ദൈവം ഒരു ഉടമ്പടി ബന്ധത്തിൽ ഒരുമിപ്പിക്കുമ്പോൾ അതെന്നെന്നും നിലനിൽക്കേണ്ട ശാശ്വതമായ ഒരു ഉടമ്പടിയാ. പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ചെയ്ത ഉടമ്പടി, അതാണ് വചനം പറയുന്നത്. ഈ വിശുദ്ധ കുർബാന അവന്റെ 2ാം വരവ് വരെ തുടരേണ്ട ഒരു പ്രക്രിയയാണ്, ഒരു പ്രവൃത്തിയാണ്, ഒരു പൂർത്തീകരണമാണെന്ന് വചനം പറയുന്നത്. അതൊരു ഉടമ്പടിയാ, ദുരുടമ്പടിയാ. അത് നമുക്ക് ഇടയ്ക്ക് വെച്ച് നിർത്താവുന്ന പരിപാടിയൊന്നുമല്ല. ഒരു ദാമ്പത്യ ജീവിതം, ഒരു കുടുംബജീവിതത്തിലേക്ക് ദാമ്പത്യത്തിൽ ദൈവം ഉടമ്പടിയിൽ നമ്മളെ ഒരുമിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അത് എന്നേക്കുമായി പരിശുദ്ധാത്മാവിൽ നവീകൃതമായി നവീനമായി കാത്തുസൂക്ഷിക്കാനുള്ള ഒരു വിളി അതിൽ തന്നെ ഓരോ ദമ്പതിമാർക്കും പരിശുദ്ധാത്മാവ് നൽകുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അത് പോയി. അതുകൊണ്ട് അവിടെ നോക്കിക്കേ, നീ മറന്നുപോയി, ശരിയാതെ നീ മറന്നു. എന്നിട്ട് നീയും നിന്റെ ഭാര്യയും കൂടിയൊക്കെ വന്നിട്ട് നിങ്ങൾ കുടുംബമായിട്ട് വന്നിട്ട് ഭയങ്കര പ്രാർത്ഥന, ഭയങ്കര നിലവിളിയാ, ഭയങ്കര ഒച്ചപ്പാടാ. കർത്താവേ, എന്തുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല? ഞങ്ങൾ ഇതുപോലെ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ക്യാരിസ് ഭവനിൽ പോകുന്നു, ഞങ്ങൾ തീർത്ഥാടനത്തിന് പോകുന്നു, ഞങ്ങൾ വേളാങ്കണ്ണി പോകുന്നു, എല്ലായിടത്തും ഞങ്ങൾ ഒരുമിച്ച് പോകുന്നുണ്ട്, പക്ഷെ ഹൃദയം ഒരുമിച്ച് പോകുന്നില്ല.
ഹല്ലേലൂയ. എല്ലായിടത്തും ഒരുമിച്ചാ പോകുന്നു. കല്യാണത്തിന് ഒരുമിച്ച് പോകുന്നു, പാർട്ടിക്ക് ഒരുമിച്ച് പോകുന്നു, ഷോപ്പിങ്ങിന് ഒരുമിച്ച് പോകുന്നു, സിനിമ കാണാൻ ഒരുമിച്ച് പോകുന്നു. പക്ഷെ ഹൃദയം ഒരുമിപ്പിക്കുക. ശരീരം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ചില കുടുംബങ്ങളിൽ ശരീരം പോലും അകന്ന് കിടക്കുന്നത്. പുറത്തേക്ക് വരുമ്പോൾ ഭയങ്കര സന്തോഷവും, എന്തൊരു മാതൃകാപരമായ കുടുംബം. അവരെയൊക്കെ നോക്കി കഴിയുമ്പോൾ ഇവരെയൊക്കെ അടുത്ത് വിളിച്ച് പേഴ്സണലായിട്ട് കണ്ടു കഴിയുമ്പോൾ മനസ്സിലായത്, ഇത്രയും ചിരിച്ചും കളിച്ചൊക്കെ നടന്നത് അഭിനയായിരുന്നല്ലേ. ഹല്ലേലൂയാ. സ്വരമെടുത്ത് പറ ഹല്ലേലൂയാ. ഈ കൂട്ടായ്മയിൽ ഇരിക്കുന്ന ഒരു സഹോദരി എൻ്റെ അടുത്ത് നാളുകൾക്കും പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോൾ ഓർമ്മിപ്പിക്കുക. എന്താണെന്നറിയാമോ? എൻ്റെ അച്ഛോ, കുടുംബജീവിതം അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഞങ്ങൾക്ക് മനസ്സിലായി, എളുപ്പമല്ല എന്ന് ഞങ്ങൾക്ക് ഓരോ ദിവസം മനസ്സിലാകുന്നുണ്ട്. എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഒരു കുടുംബജീവിതം. അച്ഛൻ അറിയാൻ പാടില്ലെങ്കിൽ പറയാം, ഓരോ ദാമ്പത്യജീവവും കുടുംബജീവിതവും അഭിനയമാണ് അച്ഛോ, അഭിനയം. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, മേക്കപ്പ് ഇല്ലാത്ത ഒരഭിനയം. മേക്കപ്പ് ഒന്നും ഇടുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ നന്നായിട്ട് അഭിനയിച്ചിട്ട് അച്ഛോ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നേ. അതുപോലെ സ്നേഹം നടിക്കുന്നു, സ്നേഹിക്കുന്നുണ്ടെന്ന് കാണിക്കുന്നു, കരുതുന്നുണ്ടെന്ന് കാണിക്കുന്നു, മനസ്സിലാക്കുന്നുണ്ടെന്ന് കാണിക്കുന്നു. ഇങ്ങനെ കുറെ അഭിനയങ്ങളുടെ നടുവിലാ ഓരോ ദാമ്പത്യങ്ങളും ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ ദൈവം സംവിധാനം ചെയ്ത സ്നേഹത്തിന്റെ പൂർണ്ണത പ്രാപിക്കാൻ, സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്താൻ ഇന്ന് പല ദാമ്പത്യങ്ങളും പരിശ്രമിക്കുന്നില്ല, അതിന് തുനിയുന്നില്ല. കാരണം എന്താ? സ്വാർത്ഥത, അഹങ്കാരം, ഇത് രണ്ടും ഇങ്ങനെ നിൽക്കുക. ഞാൻ പറഞ്ഞതാണ് ശരി, ഞാൻ പറയുന്നത് ചെയ്യാവൂ. എളിമപ്പെടാൻ തയ്യാറല്ല. ദാമ്പത്യത്തിൽ ഇന്ന് എളിമപ്പെടാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ദാമ്പത്യ ജീവിതങ്ങളിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉദയം ചെയ്യുന്നതിന് കാരണം എളിമപ്പെടുകയല്ല. എനിക്ക് തന്നെക്കാളും കൂടുതൽ വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് നല്ല ജോലിയുണ്ട്. താനൊക്കെ വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ കാണാം നിങ്ങൾക്ക്. അവിടെ ഈ ദാമ്പത്യത്തിന്റെ മെയിൻ ഇഷ്യൂ എന്നാണെന്നറിയാമോ? പലപ്പോഴും ഭാര്യമാരുടെ കെയർ ഓഫിലായിരിക്കും ഭർത്താക്കന്മാർ പോകുന്നത്. ഭർത്താക്കന്മാരുടെ അവരുടെ പരിപാടി എന്നായിരിക്കും എന്നറിയോ? പട്ടിയെ നോക്കുക, കൊച്ചിനെ നോക്കുക. പട്ടിയെ നോക്കുക, കൊച്ചിനെ നോക്കുക, അതായിരിക്കും വീട്ടിലെ പരിപാടി ഭർത്താക്കന്മാർക്ക്. ഭാര്യയുടെ കെയർ ഓഫിലായിരിക്കും, ഭാര്യ ആയിരിക്കും ജോലിക്ക് പോകുന്നത്. ഭാര്യ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കിയോ, കുഞ്ഞിനെ നോക്കിയോ, പാല് കൊടുത്തോ, അകവടിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വല്ലതും പറയാൻ പറ്റുമോ? കാരണം ഇവളുടെ കീഴിലാണ് കിടക്കുന്നത്. ഒന്നും രണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ പറയും, താനിവിടെ ജോലിയൊന്നും ഇല്ലാതല്ല കിടക്കുന്നത്, ഇവിടെ ജോലിയും കാലും കാശും കൂശൊക്കെ മേടിച്ചുകൊണ്ടിരുന്ന ഞാനാ, അതുകൊണ്ട് പറയുന്നത് കേട്ട് ഇവിടെ കിടന്നാൽ മതി. പ്രിയപ്പെട്ടവർ, എളിമപ്പെടാൻ, പരസ്പരം എളിമപ്പെടാൻ, പരസ്പരം വിധേയപ്പെടാൻ, പരസ്പരം സ്നേഹിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരേ ഒരു ബന്ധം മാത്രമാണ് സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കുമ്പോൾ തലമുറകൾക്ക് ജന്മം കൊടുക്കുന്നത്. അത് ദാമ്പത്യ ബന്ധം മാത്രമാണ്, ഒരു കുടുംബ ബന്ധം മാത്രമാണ്. വേറെ ഒരു ബന്ധങ്ങളിലും നിങ്ങൾ ശ്രദ്ധിച്ചോ, വേറൊരു ബന്ധങ്ങളിലും ആ ബന്ധത്തിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൽ തലമുറകൾക്ക് ജന്മം കൊടുക്കുന്നില്ല. പക്ഷേ ദാമ്പത്യത്തിൽ ദൈവം ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കുമ്പോൾ അതിൽ അടുത്ത തലമുറകൾക്ക് ജന്മം കൊടുക്കുകയാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുമ്പോൾ സ്നേഹത്തിലെ ജനിപ്പിക്കാവൂ. യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു വെക്കുന്നു, ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡികവും, ബാക്കി പറ, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് എന്താ? ആത്മാവുക. അപ്പൊ ജഡത്തിലും ജനിക്കാം, ജഡത്തിലും ജനിപ്പിക്കാം, ജഡത്തിന്റെ ഇഷ്ടങ്ങൾക്കും ജനിപ്പിക്കാം. ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലും തലമുറകൾക്ക് ജന്മം കൊടുക്കാം. കണ്ടോ? അതുകൊണ്ടാണ് ഇപ്പോഴത്തെ തലമുറകൾ പിള്ളേർക്ക് ക്വാളിറ്റി വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ? ഭയങ്കര ക്വാളിറ്റി വ്യത്യാസമല്ലേ? കണ്ണ് തുറക്കണേക്കാളും മുമ്പ് ചില പിള്ളേർ മൊബൈൽ തോണ്ടുന്നു. ഇതെങ്ങനെ ഇത് പഠിച്ചു? അപ്പോഴല്ലേ ചോദിച്ച് പിടിച്ചു വന്നപ്പോൾ ഏതായാലും ആദ്യത്തെ മാസത്തെ ചെക്കപ്പിന് പോയ ഡോക്ടർ പറഞ്ഞു കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണം. അതുകൊണ്ട് എന്താ ചെയ്തേ? ഈ ചേട്ടത്തി കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുത്ത് മുഴുവൻ സമയം ബെഡ് റെസ്റ്റാ, വേറെ എന്നാ ചെയ്യാനാ? ബൈബിൾ അപ്പുറത്തിരിപ്പുണ്ട്, അതൊന്നും തൊടയില്ല. അത് വചനം കേൾക്കാനുള്ള 100 കൂട്ടം ചാൻസ് ഉണ്ട്. 2 ചാനലിൽ മുഴുവൻ സമയം വചനമുണ്ട്. ഇത് തന്നെ മാധ്യമത്തിലെ അന്ത്യചർച്ചയും സമയം നന്നായിട്ട് പോകുന്നുണ്ട്. ജനിച്ചു വന്ന് കുഞ്ഞ് നിർത്തി കിട്ടിയപ്പോഴേക്കും കണ്ണ് തുറന്നിട്ട് അപ്പൻ അതിലേക്കാണ് നോക്കുന്നത്, അപ്പൻ്റെ അമ്മയുടെ മുഖത്തേക്കല്ല നോക്കുന്നത്, മൊബൈലിലേക്ക്. ഇപ്പൊ മൊബൈൽ കണ്ടില്ലെങ്കിൽ ഭക്ഷണം പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. മൊബൈലില്ല ഇന്ന് പിള്ളേർ എങ്ങനെ ഭക്ഷണം കൊടുക്കും? പറ. മൊബൈൽ കണ്ടുപിടിച്ച് നന്നായി മാതാപിതാക്കളെ, മൊബൈലിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറ. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ഇന്ന് പല മാതാപിതാക്കളും പൂട്ടിപ്പോയനെ. എൻ്റെ അച്ഛോ, ഇതുള്ളത് കൊണ്ട് അത് കഴിക്കുന്നു,
ഇല്ലെങ്കിൽ മറ്റേ ടി വിയും വേണം, അതിനകത്ത് മറ്റേ കാർട്ടൂണും വേണം, കൊച്ചു ടി വിയും മറ്റേ ടി വിയൊക്കെ ഇല്ലേ. ഇതൊന്നും ഇല്ലെങ്കിൽ ഇന്ന് പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുമ്പോൾ പ്രാർത്ഥനയോടെ ജന്മം കൊടുക്കുക. ഞങ്ങളുടെ ഇവിടെ യൂത്തിലുള്ള ഒരു പയ്യൻ, ഈ ദിവസങ്ങളിൽ തലമുറകളെ കാണാൻ ദൈവം അനുവദിച്ച പയ്യൻ, വിവാഹത്തിൽ ദൈവം സ്നേഹത്തിൽ ഒന്നിപ്പിച്ചു കഴിഞ്ഞപ്പോഴേ അവര് എല്ലാ ദിവസവും ഒരുമിച്ച് ബൈബിളിന്റെ തുടക്കം മുതൽ ഒടക്കം വരെ അതിന്റെ ലിസ്റ്റ് എടുത്തിട്ട് ദിവസേന ഒരുമിച്ചിരുന്ന് വായിക്കാൻ തുടങ്ങി. ജീവിത പങ്കാളി പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ സമയം മുതൽ ഈ സഹോദരൻ എന്നറിയാവോ, ഇറച്ചി മീനൊക്കെ അങ്ങോട്ട് ഉപേക്ഷിച്ചു കഴിഞ്ഞ 9 മാസക്കാലം. ജീവിത പങ്കാളിക്ക് വേണ്ടി. കാരണം തലമുറയ്ക്ക് ജന്മം കൊടുക്കാൻ പോ, അതിന് സഹനമെടുത്ത് ഉപവാസമെടുത്ത് വിശുദ്ധിയുള്ള തലമുറയ്ക്ക് ജന്മം കൊടുക്കാൻ. ഹല്ലേലൂയ. ശ്രമമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് രണ്ടുപേരും പ്രാർത്ഥിച്ച് വചനമെടുത്ത് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന വചനമിതാ, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. കർത്താവ് എത്ര കൃത്യമായിട്ടാണ് സംസാരിക്കുന്നത്. ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യാൻ ഡെലിവറിക്ക് വേണ്ടി ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് പ്രാർത്ഥിച്ച് വചനം തുറന്നപ്പോൾ കിട്ടിയ വചനമിതാ, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. ദൈവം സംസാരിക്കും പ്രിയപ്പെട്ടവരെ. ഇത് ദാമ്പത്യത്തെ പ്രിയപ്പെട്ട വചനം കേൾക്കുമ്പോൾ, ദൈവവചനം ധ്യാനിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ അനുവദിക്കുമ്പോൾ ഓരോ ദാമ്പത്യ ജീവിതവും അതിന്റെ പുതുമയോടെ സൂക്ഷിക്കാൻ നമുക്ക് പറ്റും. അതിന്റെ പുതുമ നഷ്ടപ്പെടില്ല. ഒരു പൗരോഹിത്യ ജീവിതവും ഒരു സന്യസ്ത ജീവിതവും അതിന്റെ പുതുമ നഷ്ടപ്പെട്ടു പോകില്ല. ഇത് നഷ്ടപ്പെട്ടു ഓരോ ദിവസം കഴിയുമ്പോൾ ഇത് കുറയുക, സ്നേഹം കുറയുക. പഴയ പോലെ സ്നേഹമില്ല, അപ്പനോട് സ്നേഹമില്ല, അമ്മയോട് സ്നേഹമില്ല. ഇന്നലെ ഭയങ്കര സ്നേഹമുണ്ട്, ഇപ്പൊ പ്രായമായി, നരബാധിച്ചു, ഇപ്പൊ വലിയ ഉപയോഗമൊന്നുമില്ല, വീതമൊക്കെ വെച്ച് കിട്ടി, ഇനിയിപ്പൊ എന്നെ കാണിക്കാനോ? മാസം 500-600 രൂപയുടെ മരുന്നും മേടിച്ച് ഈ തള്ളയ്ക്ക് കൊടുക്കണം. അതുകൊണ്ട് കാരിസ് ഭവനിൽ ഒരു വൃദ്ധമന്ദിരം ഉണ്ടെന്ന് കേട്ടു. കാരിസ് ഭവനെ കൊണ്ടുവന്നേക്കുക. മാസം 650 രൂപയ്ക്ക് മരുന്ന് മേടിച്ചു കൊടുക്കാനൊന്നും എൻ്റെ കയ്യിൽ കാശില്ല. അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും ഇടാവോ? ഇവിടെ പിന്നെ എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടല്ലോ, മരുന്ന് ഫ്രീ, ഭക്ഷണം ഫ്രീ, എല്ലാം ഫ്രീ. അതുകൊണ്ട് അച്ഛാ ഒരു കാര്യം ചെയ്യും, ഇവിടെ എവിടെയെങ്കിലും ഇടാവോ? അല്ല, നമ്മൾ സാധനമല്ലേ, വന്ന പോലെ തന്നെ കൊണ്ടുപോക്കോളാൻ പറഞ്ഞു. വേണ്ടാതെ ആയപ്പോ കൊണ്ടുവന്നേക്കുക. ഇന്നലകളിൽ ഈ തള്ളയൊക്കെ എന്ത് കഷ്ടപ്പെട്ട്, പ്രിയപ്പെട്ടവരെ, ആ അമ്മച്ചിയോട് സംസാരിക്കും. അമ്മച്ചി പറയും, അച്ഛോ ഈ പണ്ട് കാലത്ത് ഈ കൊയ്ത്തിന് പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഭക്ഷണമൊന്നുമില്ല, ചിലപ്പോൾ ഉച്ചയ്ക്കൊന്നും കഴിക്കുകയല്ല, രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ടായിരിക്കും പോകുന്നത്. അരയിൽ ഇങ്ങനെ തോർത്തുകൊണ്ട് ഇങ്ങനെ വലിച്ചു മുറുക്കി കെട്ടിയിട്ടാണ് ഈ പിള്ളേരൊക്കെ വളർത്തി വലുതാക്കിയത്. എന്നിട്ട് വളർന്ന് വലുതായി മാതാപിതാക്കളൊക്കെ പ്രായമായി ഉപകാരമൊന്നും ഇല്ലാതായപ്പോ പ്രിയപ്പെട്ടവരിപ്പോ വേണ്ടാത്ത രീതിയിൽ. കാരണം എന്താ? പരിശുദ്ധാത്മാവിന്റെ പ്രചോദനമോ ദൈവവചനത്തിന്റെ ധ്യാനമോ ഹൃദയത്തിൽ ഇല്ലാത്തത് കൊണ്ട് മന്ദീഭവിച്ചുപോയി, മരവിച്ചുപോയി ജീവിതങ്ങൾ. സ്നേഹമില്ല. എപ്പോഴും സ്നേഹം നവീകരിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാലാ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൽ നിറയണം, പരിശുദ്ധാത്മാവിൽ നിറയണം, പരിശുദ്ധാത്മാവിൽ നിറയണമെന്ന് പരിശുദ്ധാത്മാവ് തന്നെ വചനത്തിലൂടെ എഴുതി വെച്ചിരിക്കുന്നത്. ഈ സ്നേഹം നവീകരിക്കപ്പെടാനാ, സ്നേഹത്തിൽ നവീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തോടുള്ള ബന്ധത്തിലും സഹോദരങ്ങളോടുള്ള ബന്ധത്തിലും ദാമ്പത്യ ബന്ധത്തിലും ഉടമ്പടി ബന്ധങ്ങളിലൊക്കെ ഈ സ്നേഹം നവീകരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തിന് എപ്പോഴും വചനം കേൾക്കുമ്പോൾ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞിട്ട് എളിമപ്പെട്ട് സ്വീകരിക്കണം പ്രിയപ്പെട്ടവരെ. അവിടെ ദൈവം പ്രവർത്തിക്കും, കുടുംബങ്ങളിലൊക്കെ ദൈവം. അതുകൊണ്ട് ദാമ്പത്യത്തിൽ എവിടെയെങ്കിലും വിള്ളലുകൾ ഉണ്ടെങ്കിൽ അത് പുനഃസ്ഥാപിക്കാതെ തമ്പുരാന്റെ മുമ്പിൽ വന്നിട്ട് എങ്ങനെ കരമുയർത്തിയാലും എങ്ങനെ കണ്ണുനീരൊഴിക്കാലും വചനം പറയുന്നു, നിന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കില്ല. കാരണം നിങ്ങൾ യൗവനത്തിൽ ചെയ്ത ഉടമ്പടി തകർന്നു കിടക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലെങ്കിലും ഞാൻ അറിയുന്നുണ്ട്. കാരണം നമ്മുടെ ദൈവം ഉടമ്പടിയുടെ ദൈവമാണ്. ഒരു വിശ്വസ്തനായ ഉടമ്പടിയുടെ ദൈവമാണ് നമ്മുടെ ദൈവം.